യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ലോക മാതൃദിനം. ആരാണ് അമ്മ? ഒരമ്മ അമ്മയാകുന്നത് എപ്പോഴാണ്? ഒരു കുഞ്ഞിന് ജന്മം നൽകിയതുകൊണ്ട് ഒരു സ്ത്രീയും അമ്മയായിട്ട് മാറുന്നില്ല. കരുണയും വാത്സല്യവും സ്നേഹവും ത്യാഗവും സഹനങ്ങളും ഒരുവൾ എടുക്കുമ്പോഴാണ് അവൾ അമ്മയായിട്ട് മാറുന്നത്. കൽക്കട്ടയിലെ തെരുവോരങ്ങളിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർ, അവർ മുറിവുകൾ കൊണ്ട് പുഴുക്കൾ അതിൽ നിന്നും കടന്നു വരുമ്പോൾ ആ മുറിവേറ്റ പുഴുക്കൾ അരിക്കുന്ന ആ മുറിവിലേക്ക് സ്നേഹത്തിൻ്റെ തൈലം പുരട്ടി മാറോട് ചേർത്ത് പിടിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു കന്യകാസ്ത്രീ. അവളെ ലോകം വിളിച്ചു അമ്മയെന്ന്. അതെ, മദർ തെരേസ. അവൾ കുഞ്ഞിന് ജന്മം നൽകിയില്ല, പക്ഷേ അവൾ സ്നേഹം കൊടുത്തു, അവൾ കരുണ കാട്ടി, ആ സഹനത്തിൽ പങ്കുചേർന്നു, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു. അവൾ അമ്മയായിട്ട് മാറി. ഒരിക്കൽ സ്വർഗത്തിൽ കുട്ടികളിങ്ങനെ ഓടിക്കളിക്കുകയാണ് മാലാഖമാരോടൊപ്പം. മാലാഖമാരോടൊപ്പം ഓടിക്കളിക്കുന്ന ഒരു കുട്ടിയെ ദൈവം വാരിയെടുത്ത് തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: കുഞ്ഞേ, ഞാൻ നിന്നെ നാളെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. കുഞ്ഞ് ദൈവത്തിൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു: ദൈവമേ, ഞാൻ ഭൂമിയിലേക്ക് പോയാൽ എന്നെ അവിടെ നോക്കാൻ ആരാ ഉള്ളത്? ഇവിടെയാണെങ്കിൽ ധാരാളം മാലാഖമാരില്ലേ? ദൈവം പറഞ്ഞു: കുഞ്ഞ്, നിനക്ക് വേണ്ടി ഞാനൊരു മാലാഖയെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. കുഞ്ഞ് വീണ്ടും ചോദിച്ചു: ദൈവമേ, ഞാനൊന്ന് വീണാൽ, എൻ്റെ കാലൊന്ന് മുറിവേറ്റാൽ എന്നെ ആരാ ഈ മുറിവ് വച്ച് കെട്ടുന്നത്? ദൈവം പറഞ്ഞു: കുഞ്ഞേ, നിനക്ക് വേണ്ടി ഭൂമിയിൽ ഞാനൊരു മാലാഖയെ സൃഷ്ടിച്ചിട്ടുണ്ട്. വീണ്ടും കുഞ്ഞ് ചോദിച്ചു: എനിക്ക് ഉറക്കം വരുമ്പോൾ എന്നെ താരാട്ട് പാടി ഉറക്കുവാൻ സ്വർഗത്തിൽ ധാരാളം മാലാഖമാരുണ്ടല്ലോ, ഭൂമിയിൽ എനിക്ക് ആരാണുള്ളത്? ദൈവം പറഞ്ഞു: കുഞ്ഞേ, നിനക്ക് വേണ്ടി ഭൂമിയിൽ നിന്നെ പാട്ടുപാടി ഉറക്കുവാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ, മാറിലമർത്തി സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ ഒരു മാലാഖയെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഭൂമിയിൽ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മാലാഖയാണ് നമ്മുടെ അമ്മ. നമ്മൾ കരയുമ്പോൾ, നമ്മൾ വേദനിക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുവാൻ, കെട്ടിപ്പിടിക്കുവാൻ, വാത്സല്യത്തിൻ്റെ ചൂട് നൽകുവാൻ ദൈവം ഈ ലോകത്ത് നമുക്ക് നൽകിയ മാലാഖയാണ് നമ്മുടെ അമ്മ. അതിനാൽ ഈ മാതൃദിനത്തിന് ഏറ്റവും വലിയ പ്രസക്തിയുണ്ട്. ഈ ദിനത്തിൽ നമുക്ക് നമ്മുടെ അമ്മമാരെ സ്നേഹിക്കാം, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം, അവർക്ക് ആശംസകൾ നേരാം. കൂടാതെ സമ്മാനപ്പൊതികളുമായി നമ്മുടെ അമ്മമാരെ കെട്ടിപ്പിടിച്ച് സമ്മാനപ്പൊതി നമുക്ക് കൈമാറാം. ഈ മാതൃദിനത്തിൻ്റെ ചരിത്രം ഇപ്രകാരമാണ്. അന്ന മരിയ ജാവിസ് എന്ന് പറയുന്ന ഒരു യുവതി 1905 തൻ്റെ പ്രിയപ്പെട്ട മാതാവ് ആൻഡ്രൂസ് ജാർവിസ് മരിച്ചപ്പോൾ ആ അമ്മ തന്നോട് കാട്ടിയ സ്നേഹത്തെ പ്രതി, വാത്സല്യത്തെ പ്രതി അവൾ ഇപ്രകാരം ചിന്തിച്ചു: അമ്മയെ ആദരിക്കണം, അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം പ്രത്യേകമായി മാറ്റിവെക്കണമെന്ന്. അങ്ങനെ അവൾ അപ്രകാരം ഒരു ആഗ്രഹം പ്രകടമാക്കി. 1908 ആദ്യത്തെ മാതൃദിനം സംഘടിപ്പിക്കുകയുണ്ടായി. അതെവിടെയായിരുന്നു? വെസ്റ്റ് വെർജീനിയയിലെ ഒരു മെത്തോഡിസ്റ്റ് ദേവാലയത്തിലായിരുന്നു ലോകത്തിലെ ആദ്യത്തെ മാതൃദിനം സംഘടിപ്പിച്ചത്. എന്നാൽ ഈ ദിനത്തെ ആഘോഷിക്കുവാൻ പലരും വിസമ്മതിച്ചപ്പോൾ 1912 അമേരിക്കയിലെ പല നഗരങ്ങളിലും ദൈവാലയങ്ങളിലും മാതൃദിനം വളരെ ആഘോഷമായിട്ട് അവർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഈ യുവതി അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു ദിവസം മാതൃദിനമായിട്ട് ആഘോഷിക്കുവാൻ വേണ്ടി ഒരു ദിനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ
1914 അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസൺ എന്ന പ്രസിഡന്റ് മെയ് മാസം 2-ാമത്തെ ഞായറാഴ്ച ലോക മാതൃദിനമായി, പ്രത്യേകിച്ച് അമേരിക്കയിൽ മെയ് മാസം 2-ാമത്തെ ഞായറാഴ്ച മാതൃദിനമായിട്ട് ആചരിക്കുവാൻ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് മെയ് മാസം 2-ാമത്തെ ഞായറാഴ്ച ലോക മാതൃദിനമായിട്ട് ലോകമെമ്പാടും നമ്മുടെ അമ്മമാരെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും സമ്മാനങ്ങൾ കൈമാറുവാനുമായിട്ട് ഒരു ദിനമായിട്ട് ആചരിച്ച് തുടങ്ങിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ അമ്മമാരെ ഓർക്കാൻ പ്രത്യേക ദിവസം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എല്ലാ ദിവസവും നാം നമ്മുടെ അമ്മമാരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അവരെ ഓർക്കാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ? ഈ അമ്മ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് അമ്മയുടെ കരുതലുള്ള, വാത്സല്യമുള്ള, കരുണയുള്ള സ്നേഹത്തെക്കുറിച്ച്. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അമ്മയുടെ മടിത്തട്ടിൽ ഒന്ന് അഭയം പ്രാപിച്ചാൽ ഈ ലോകത്ത് മറ്റാരും നൽകുന്നതിനേക്കാൾ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ അമ്മമാരിൽ നിന്ന് തന്നെയാണ്. അതിനാൽ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ നമുക്ക് ചേർത്ത് പിടിക്കാം. അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ഉപേക്ഷിക്കുകയല്ല. നമുക്ക് ജന്മം നൽകി 9 മാസവും 9 ദിവസവും ഉദരത്തിൽ വഹിച്ച് ആ ഭാരവും വഹിച്ചുകൊണ്ട് ഈ ലോകത്ത് ജന്മം നൽകിയ നമ്മുടെ അമ്മയെ നമുക്കെങ്ങനെയാ മറക്കാൻ പറ്റുക? തൻ്റെ സ്നേഹത്തിൻ്റെ അമൃത് പൊക്കിൾക്കൊടിയിലൂടെ നമുക്ക് പകർന്നു നൽകി, തൻ്റെ ജീവൻ്റെ രക്തം നമുക്ക് അമൃതായിട്ട് പകർന്നു നൽകിയ ഈ അമ്മയെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മമാരെ നമുക്ക് സ്നേഹിക്കാം. അവരെ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്? ഒന്ന്, ലവ് ദം വെർബലി എന്ന് പറഞ്ഞാൽ വായു തുറന്ന് അവരെ സ്നേഹത്തോടെ ആശ്ലേഷിച്ചുകൊണ്ട്, അമ്മേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം അവരെ സ്നേഹിക്കണം. തീർച്ചയായിട്ടും അമ്മയെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. കാരണം ജീവിതത്തിൽ അവർ എത്രയോ നല്ല വാക്കുകൾ കൊണ്ടാണ് നമുക്ക് ആ സ്നേഹം പങ്കുവച്ചത്. അതുപോലെ അവരുടെ വാർദ്ധക്യത്തിലും നല്ല വാക്കുകൾ കൊണ്ട് നാം അവരെ സ്നേഹിക്കണം. 2, ലവ് ദം ഫിസിക്കലി എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അവരുടെ കവിൾത്തടങ്ങൾ ഒരു ചുംബനം കൊടുക്കണം. അവരെ ഒന്ന് വാരി പുണരണം. കാരണം അമ്മ തന്നെയാണ്. അമ്മയല്ലാതെ മറ്റാരെ നമുക്കുള്ളത്? ഈ ലോകത്ത് ദൈവം നമുക്ക് നൽകിയ മാലാഖിയായ ഈ അമ്മയെ കെട്ടിപ്പിടിച്ച് തന്നെ നാം സ്നേഹിക്കണം. 3, ലവ് ദം പേഷ്യൻലി. എന്താ പേഷ്യൻലി എന്ന് പറഞ്ഞാൽ അവർ ക്ഷമയോടെ അവരുടെ കൂടെ ഒരല്പസമയം ഇരിക്കണം. നമ്മൾ അവരെ മടിത്തട്ടിലൊന്ന് കിടക്കണം, അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം. ക്ഷമയോടെ അമ്മയുടെ അരികിലൊന്ന് ഇരിക്കാൻ കഴിയുന്നതും അവരുടെ വേദനകളിൽ പങ്കുചേരാൻ കഴിയുന്നതുമാണ് ഏറ്റവും വലിയ സുഹൃതമെന്ന് പറയുന്നത്. 4, ലവ് ദം അറ്റൻറ്റീവ്ലി. അവരുടെ സങ്കടങ്ങൾ നമ്മൾ കേൾക്കണം. അവരുടെ രോഗങ്ങളിൽ നമുക്കൊരു നല്ല വാക്ക് പറയാൻ പറ്റണം. രോഗങ്ങളിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും ആശ്വാസം കൊടുക്കുവാനും അവർക്ക് വേണ്ട ഔഷധങ്ങൾ കൊടുക്കുവാനും നമുക്ക് കഴിയണം. വീണ്ടും എന്താ പറയുക? 5-മതായിട്ട് ലവ് ദം ഗ്രേറ്റ്ഫുള്ളി. അവരെ നാം നന്ദിയോടുകൂടെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവരെ നമ്മൾ സ്നേഹത്തോടുകൂടെ, നന്ദിയോടുകൂടെ ഈ ജന്മം നമുക്ക് ഈ ലോകം കാണുവാൻ അനുവദിച്ച അവരുടെ ആ നല്ല മനസ്സിനെ നമ്മൾ നന്ദിയോടുകൂടെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 6, ലവ് ദം ജനറോസ്ലി എന്ന് പറഞ്ഞാൽ ഔദാര്യത്തോടെ സ്നേഹിക്കുക. കാരണം ആ അമ്മയുടെ എന്താണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നാം പിടിവാശി പിടിച്ചപ്പോഴും നാം ചോദിച്ചതെല്ലാം വാങ്ങി നമ്മുടെ കൈ നിറച്ച് നൽകിയ ഒരമ്മയല്ലേ? നമ്മൾ കണ്ടതും കേട്ടതും പറഞ്ഞതുമെല്ലാം സ്വീകരിച്ച ഒരമ്മയല്ലേ? അമ്മയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കണം. ഈ ദിനം പ്രത്യേകിച്ച് അമ്മയോട് സ്നേഹത്തോടെ കുറേ കാശൊക്കെ കൊടുത്തിട്ട് അവർക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങാൻ പറയണം. അത്രമാത്രം സ്നേഹം നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കണം. കാരണം അവർ നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു.
ഈ ലോകത്ത് മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ അമ്മ നമ്മളെ സ്നേഹിച്ചു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഉറക്കമിളച്ചതും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും നമുക്ക് വേണ്ടി രാത്രിയിൽ നമ്മെ താരാട്ട് പാട്ടുപാടി ഉറക്കിയതുമൊക്കെ ഈ അമ്മയായിരുന്നു. ഉറങ്ങാതെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് ആ നെഞ്ചിലെ ചൂട് പറ്റി കിടന്നവരല്ലേ ഞാനും നിങ്ങളും. അതിനാൽ ഈ മാതൃദിനത്തിൽ ഈ അമ്മയോട്, അമ്മയ്ക്ക് വേണ്ടതെല്ലാം നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുണ്ടെങ്കിൽ അമ്മയെ ഒന്ന് ഓർത്തൊന്ന് പ്രാർത്ഥിച്ചേ. ഈ അമ്മ നമുക്ക് നൽകിയ നന്മകളെക്കുറിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവമേ ഈ അമ്മയുടെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുന്ന അമ്മമാർ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയോടൊന്ന് ചേർന്നിരിക്കാം. വാത്സല്യത്തിൻ്റെ ആ ചൂട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടാത്ത ആ ചൂട്, അത് നഷ്ടപ്പെട്ടവനെ ആ ചൂടിൻ്റെ ആ നൊമ്പരം അറിയാനായിട്ട് കഴിയുകയുള്ളൂ. അതിനാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അമ്മമാരെ ആ സ്നേഹത്തിൻ്റെ ചൂട് നമുക്ക് ആവോളം നുകർന്ന് സന്തോഷത്തോടു കഴിയാം. ഈ ദിനത്തിൽ അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അമ്മമാർക്ക് നമുക്ക് സമ്മാനങ്ങൾ കൈമാറാം. സ്നേഹത്തോടെ ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഇവർക്ക് നേരുന്നതോടൊപ്പം നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ അമ്മമാർക്ക് വേണ്ടി ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആശംസകൾ നേരുമ്പോൾ, സമ്മാനപ്പൊതികൾ കൈമാറുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി അവർ ഉറക്കമിളച്ചതും ഞങ്ങൾക്ക് വേണ്ടി അവർ അനുഭവിച്ച ത്യാഗവും അവർ ഞങ്ങളോട് കാണിച്ച വാത്സല്യവും കരുണയും ഒരിക്കലും മറന്നുപോകാതെ അവർക്ക് വേണ്ടി ജീവിക്കുവാൻ, അവരിന്ന് അനുഭവിച്ച ചൂടാണ് ഞങ്ങളിന്ന് അനുഭവിക്കുന്ന തണലെന്ന ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവരിന്ന് കരുവാളിച്ചു പോയി എങ്കിൽ, അവരുടെ സൗന്ദര്യവും അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയത് ഞങ്ങൾക്കാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ അമ്മമാരെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ. അവർ നൽകിയ ഈ തണലിൽ എന്നും നിൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ അമ്മമാരെ അനുഗ്രഹിക്കണമേ. ആമേൻ.